കാലം തെളിയിച്ച ദീപമേ, കാണും പ്രപഞ്ചത്തിൻ കെടാവിളക്കേ, മനസ്സിൽ വിരിയുന്ന പുഷ്പമേ, മലങ്കരയുടെ പൊന്മാണിക്യമേ, മനസ്സിൽ വിരിയുന്ന പുഷ്പമേ, മലങ്കരയുടെ പൊന്മാണിക്യമേ. പ്രണാമം പ്രണാമം പ്രണാമം. പുണ്യശ്ലോകനായ തിരുവനന്തപുരത്തുകൊണ്ട് ഈ സ്ഥലത്ത് ജന്മമെടുത്ത ഒരു വലിയ പിതാവാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചും പരാമർശിക്കുന്നത് അസ്ഥാനത്താണ് എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹത്തെ നല്ലതുപോലെ അറിയാവുന്ന ഒരു സമൂഹമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. തിരുവനന്തപുരത്തുകൊണ്ട് വൈദികനായിരുന്നപ്പോഴും അതിനുശേഷം മേൽപ്പട്ടക്കാരനായിരുന്നപ്പോഴും ദീർഘകാലം ഉത്തരഭാരതത്തിൽ നമ്മുടെ സഭയുടെ ഒരു വലിയ അതികായകനായിട്ട് മിഷൻ രംഗത്തും സഭാരംഗങ്ങളിലും പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഉത്തരഭാരതത്തിൻ്റെ ഒരു വലിയ അപ്പോസ്തലനായിട്ടാണ് ഇന്നും സഭയ്ക്കകത്ത് മാത്രമല്ല സഭയ്ക്ക് പുറത്തുള്ളവരും നോർത്ത് ഇന്ത്യക്കാരും അദ്ദേഹത്തെ കണക്കാക്കുന്നത്. നോർത്ത് ഇന്ത്യക്കാർ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ബഡാ ബാബുജി എന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉത്തരഭാരതത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചു കൊച്ചു കോൺഗ്രിഗേഷൻസും ഇടവകകളും മിഷൻ സെന്ററും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദൈവത്തിന്റെ അതിരേഖ കരുണയാൽ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ നാമത്തിലോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥാപനം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായി പാത്താമുട്ടത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്നേഹിച്ച ഈ ദേവാലയം, പ്രത്യേകിച്ച് കാലത്തേക വന്യ MC കുര്യാക്കോസ് റമ്പാച്ചന്റെ രക്ഷാകർതൃത്വത്തിൽ വളർന്നു വന്ന ഒരു വലിയ പിതാവാണല്ലോ തിരുവനന്തപുരം. അതുകൊണ്ട് MC കുര്യാക്കോസ് റമ്പാച്ചന്റെ ഈ ദേവാലയത്തിന്റെ അടുത്ത് തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം വാങ്ങിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കാല സമയത്ത് അവിടെ ഒരു സെന്റർ തുടങ്ങുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ഒരു കോൺവെന്റ് അവിടെ ഉണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. എന്നാൽ അത് സഫലമാകാതെ വന്നപ്പോൾ ഇവിടെ ഉത്തരഭാരതത്തിലേക്ക് മിഷൻ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെന്റർ ആയിട്ട് രൂപപ്പെടുത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതും കാര്യമായിട്ട് നടന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ബിലാൽ മിഷനും കൽക്കട്ട ഭദ്രാസനത്തിന്റെ ഒരു ലൈസൻസ് സെന്റർ ആയിട്ടൂടെ ഇത് വളർന്നു വരണം എന്നും അദ്ദേഹത്തിന്റെ സ്വപ്നം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർണ്ണീവാൻ തക്കവണ്ണം ബിലാൽ സെന്റ് തോമസ് മിഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ചെറിയ മന്ദിരം പണിയുവാൻ ആരംഭപ്പെട്ടു. അത് ഏതാണ്ട് 6-7 വർഷം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് തീർക്കുവാൻ സാധിച്ചില്ല. ക്രമേണ തീർന്ന് ഇപ്പോൾ അത് ഒരു നല്ലൊരു മന്ദിരമായി പല രംഗങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു കേന്ദ്രമായി ഇത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഇത്
കാലം ചെയ്ത പുണ്യശ്ലോകനായ തെമോദോസസിന്റെ നിത്യസ്മാരകമായി അദ്ദേഹത്തിന്റെ സ്മൃതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സ്ഥാപനമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇത് കൽക്കട്ട ഭദ്രാസനത്തിന്റെയും സെയിന്റ് തോമസ് മിഷൻ ബിലായുടെയും ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് ഇന്ന് പൂവണിയുവാനും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഇത് കൂദാശ ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുവാനും സാധിച്ചത് വലിയൊരു ഭാഗ്യവും വലിയൊരു ദൗത്യമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. മാത്രവുമല്ല, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. കാലം ചെയ്ത തെമോദോസസ് തിരുമനസ്സുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ 90ാം ജന്മദിനം കൂടെയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ദിവസം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുവാൻ കാരണം. അദ്ദേഹത്തിന്റെ 90ാം ജന്മദിനമായി ഇന്ന് അദ്ദേഹത്തിന്റെ നിത്യസ്മാരകമായി ഈ മന്ദിരം രൂപാന്തരപ്പെടട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഒത്തൊരുമപ്പുള്ള പ്രവർത്തനവും ഇതിന് ഉണ്ടാവണം എന്ന് ഭദ്രാസനത്തിന്റെ ചുമതലക്കാരനും മിഷന്റെ ചുമതലക്കാരനും എന്ന നിലയിൽ വെള്ളീനായ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിന് വേണ്ടതായ എല്ലാ കൈത്താങ്ങും അനുഗ്രഹവും തന്ന് ഇതിനെ ഇത്രത്തോളം വഴി നടത്തിയ പരിശുദ്ധ ബാവാ തിരുമനസ്സിലെ തൃപ്പാദത്തിൽ കൽക്കട്ട ഭദ്രാസനത്തിന്റെയും സെന്റ് തോമസ് മിഷന്റെയും ഇവിടെ തെമോദോസിന്റെ കുടുംബാംഗങ്ങളായിട്ട് ചാരിറ്റി ആക്ടിവിറ്റി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ ഒരു സംഘടനയുണ്ട്. അവരും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയും വകയായിട്ടുള്ള എല്ലാ സന്തോഷവും ഞങ്ങളുടെ ഭക്തി ആദരവുകളും പരിശുദ്ധ ബാവാ തിരുമനസ്സിലെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇത് മെറ്റീരിയലൈസ് ചെയ്യുവാനായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സും ബാക്കി ആലോചനകളും ഒക്കെ പ്രധാനമായിട്ടും ബിലായ് മിഷനിൽ നിന്നായിരുന്നു എങ്കിലും ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഇതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ഞങ്ങളൊക്കെ കൊച്ചുമോനെന്ന് വാത്സല്യത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട ഏബ്രഹാം സക്കറിയ അവറുകളാണ്. അദ്ദേഹം തെമോദോസസ് തിരുമേനിയുടെ ഒരു പൈലറ്റ് ആയിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനായിരുന്നു. തെമോദോസിന്റെ നാട്ടിൽ വരുമ്പോഴൊക്കെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടു നടക്കുന്നത് അതൊരു പൈലറ്റ് പോലെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട കൊച്ചുമോനായിരുന്നു. ആദ്യ കാലങ്ങളിലെ ഇതിന്റെ കൺസ്ട്രക്ഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ബിലായുടെ ചുമതലയിൽ അവിടുന്ന് അതിനുവേണ്ട ഫിനാൻഷ്യൽ റിസോഴ്സ് കൊടുത്ത് ചെയ്തിരുന്നത്. അതിനുശേഷം ഒരു ലോക്കൽ കമ്മിറ്റിയെ നിയമിക്കുകയും ആ ലോക്കൽ കമ്മിറ്റി ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ കാര്യങ്ങളും എല്ലാം ചെയ്യുകയും ചെയ്തു. ആ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് സ്തുത്യർഹമായിട്ട് സേവനം ചെയ്തത് പ്രിയപ്പെട്ട അബുവച്ചനാണ്, ഡോക്ടർ ഏബ്രഹാം ഉമ്മനച്ചൻ. അച്ഛനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തെമോദോസിന്റെ വലത്തുകൈയായിട്ട് ബിലായിൽ പ്രവർത്തിച്ച ഒരു വലിയ ശ്രേഷ്ഠ പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ അനാരോഗ്യ നിമിത്തം നാട്ടിലായപ്പോൾ അദ്ദേഹത്തിനാണ് ഇതിന്റെ ചുമതല പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അച്ഛന് അനാരോഗ്യം മൂലം ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇന്നലെ മിനിയാന്ന് വൈകിട്ടും ഇവിടെ വന്ന് അച്ഛന്റെ കാര്യങ്ങളെല്ലാം നോക്കി ക്രമീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിലിരുന്നാണെങ്കിൽ പോലും ഇതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നുണ്ട്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ സമയം ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ തോമസ് പി സക്കറിയ അച്ഛൻ പരിശുദ്ധ ബാവാ തിരുമനസ്സിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം വികാരിയായിട്ട് ഈ പള്ളിയിലിരുന്ന സമയത്ത് ഇതിന് വേണ്ട എല്ലാ നേതൃത്വവും കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ സമയം ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലത്തെ പുരോഹിത ശ്രേഷ്ഠൻ എന്ന നിലയിൽ ചെറുതിലാട്ട് പ്രിയപ്പെട്ട ജോണച്ചന് എല്ലാ നേതൃത്വവും തരുന്നുണ്ട്. ചെറുതിലാട്ടച്ചന്റെ നേതൃത്വത്തിന് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹം ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. അഭിമന്യ തിരുമനസ്സിലെ കുടുംബാംഗങ്ങളുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട കെ മാത്യു അച്ഛനും ഇതോട് ചേർന്ന് പ്രവർത്തിക്കുകയും കമ്മിറ്റിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവകയുടെ വികാരി പ്രിയപ്പെട്ട ജെയിംസ് മാർക്കോസ് അച്ഛനും ഈ കൂദാശയുടെ കാര്യവും ഇതിന്റെ കാര്യങ്ങളും എല്ലാത്തിനും അക്ഷീണമായിട്ട് പ്രയത്നിച്ചു. അച്ഛനോടും പ്രത്യേകം നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഒരു വ്യക്തിയെ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
കമ്മിറ്റിയിൽ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ച എഞ്ചിനീയർ ബിനു എം ഐസക്, അദ്ദേഹം സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടെയാണ്. അദ്ദേഹത്തിന്റെ സേവനന്തസ്തുലമാണ്. അദ്ദേഹം ഇതേ കൈവച്ചപ്പോൾ മുതലാണ് ഇതിനൊരു രൂപവും ഭാവവും ഇതിനൊരു ഫിനിഷിങ്ങും ഉണ്ടായത്. അദ്ദേഹം നിസ്വാർത്ഥമായി ഉദ്യോഗ സമയത്ത് പോലും സമയം കണ്ടെത്തി ഇവിടെ വന്ന എല്ലാ നേതൃത്വവും തന്നു. അദ്ദേഹത്തോടും സ്നേഹം അറിയിക്കുന്നു. തിരുമേനിയുടെ കുടുംബാംഗത്തിന്റെ കുടുംബയോഗത്തിന്റെ ഒരു ലീഡർ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. ലീഡറായ മിസ്റ്റർ കുര്യൻ, അദ്ദേഹവും വളരെ അക്ഷീണമായിട്ട് പല രീതിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ സഹോദരനാണ്. പ്രിയപ്പെട്ട കുര്യനോടും സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ എബ്രഹാം ഉമ്മരച്ചന്റെ അനാരോഗ്യ നിമിത്തം അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എബ്രഹാം വർഗീസ്, അദ്ദേഹം പത്തനാപുരം മൗണ്ട് താബോർ ഗേൾസ് ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്താണ്. അബുച്ചന്റെ അയൽവാസിയാണ്. അബുച്ചനെ സഹായിക്കാനായിട്ട് എബ്രഹാം വർഗീസും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സക്കറിയ, ബാക്കി കമ്മിറ്റിയിലുള്ള എല്ലാവരോടും ഞാൻ പൊതുവെ സമയക്കുറവുകൊണ്ട് നന്ദി പറയുകയാണ്. ഒരു പേര് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ ജേക്കബ് മണ്ണൂട് ഒരു നല്ല ഒരു യുവാക്കളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസനത്തിൽ നിങ്ങൾക്കറിയാം. ഡോക്ടർ മണ്ണൂടാണ് ഇപ്പോൾ പ്രകാശനം പോകുന്ന ഈ പത്രികയുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിന്റെ പിന്നിലെല്ലാം പല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും വേണ്ട എല്ലാ സ്രോതസ്സും ഇതിന് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ട ഡോക്ടർ ജേക്കബ് മണ്ണൂടിനോടും ഞാൻ സ്നേഹം അറിയിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ ഈ ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുവാനായിട്ട് ഒരുപാട് ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠർ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറയുവാൻ ആഗ്രഹിക്കുന്ന പേര് ഗുരുക്കന്മാരുടെ ഗുരു കൂടിയായ നമ്മുടെ വന്യനായ ജോഷ്വാച്ചനാണ്. അച്ഛനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അച്ഛൻ വരാമെന്ന് സമ്മതിച്ചു. ഇത് കഴിഞ്ഞ അച്ഛനൊരു പ്രോഗ്രാമുണ്ട്, എങ്കിലും സമയം കണ്ടെത്തി ഇതിനുവേണ്ടി വരികയും ഇതിനുവേണ്ടി വരിക മാത്രമല്ല, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെടുകയും ആലോചനകളൊക്കെ തരികയും അച്ഛൻ ചെയ്തിട്ടുണ്ട്. വന്യനായ ജോഷ്വാച്ചനോടുള്ള ഞങ്ങളുടെ അതീതവുമായ സ്നേഹം, നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബിലാൽ മിഷനിൽ നിന്ന് വൈസ് പ്രസിഡന്റ് ഗീവർഗീസ് റോബാച്ചൻ, മിഷൻ സെക്രട്ടറി റിസ്വറീസച്ചൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജു തോമസ് അച്ഛൻ, അവിടെ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അച്ഛന്, അങ്ങനെ അവിടെ നിന്നുള്ള വൈദികര്, ഞാൻ എല്ലാ വൈദികരുടെയും പേര് പറയും. അവിടുന്ന് മത്തായിച്ചും വന്നിട്ടുണ്ട്, കെ ജോസഫ് അച്ഛൻ ഉണ്ട്, അതുപോലെ അവിടെ നിന്ന് വന്നിട്ടുള്ള ജോർജ് അച്ഛനുണ്ട്, എല്ലാ വൈദികരെയും. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, ബിലാൽ സെന്റ് തോമസ് മിഷന്റെ കീഴിലുള്ള ഗവൺമെന്റിൽ ഉള്ള 3 സിസ്റ്റേഴ്സും ഇന്ന് സംബന്ധിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സിനോടും വൈദിക ശ്രേഷ്ഠരോടുമുള്ള സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു. ഈ സെന്ററിനെ കുറിച്ച്, ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സെന്റർ പ്രധാനമായിട്ടും 6 കൂട്ടം കാര്യങ്ങളാണ്. ഇപ്പം കുറച്ചുകൂടി ഇതിന്റെ ഫിനിഷിംഗ് തീരാനുണ്ട്. ദൈവം അനുവദിച്ചാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സജീവമായി ഇത് പ്രവർത്തനം തുടങ്ങുവാനാണ് ആഗ്രഹിക്കുന്നത്. 3-4 കൂട്ടം കാര്യങ്ങളാണ് ഈ സെന്റർ വഴിയായി പ്രവർത്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഒന്ന്, സ്തെഫാനോസ് മാർത്തേവോദോസിയോസ് സ്മൃതി മണ്ഡപം. അദ്ദേഹത്തിന്റെ നാമം അദ്ദേഹത്തിന്റെ നാട്ടിൽ സുസ്ഥിരമായി ഇരിക്കുവാൻ തക്കമുള്ള ഒരു സ്മൃതി മണ്ഡപം അതിൻ്റെ അകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. 2, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതൊക്കെ നമ്മുടെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3, കൽക്കട്ട ഭദ്രാസനത്തിന്റെ മിഷന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒരു ലൈസൺ ഓഫീസായിട്ടൂടെ ഈ സെന്റർ ആയി തീരുവാൻ ആഗ്രഹിക്കുന്നു. ഉത്തര ഭാരതത്തിലേക്ക് പോകുവാനുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെയുള്ളവരെ വിളിക്കുവാനും ദൈവവിളി കോൺഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാനും അവരെ അതിനൊരു പരിശീലനം കൊടുക്കുന്ന ഒരു പരിശീലന കേന്ദ്രം കൂടിയായി ഇതായി തീരുവാൻ ദൈവത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 5, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ കീഴിലുള്ള കുവൈറ്റ് അതുപോലെയുള്ള സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന്
പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ മടങ്ങി എത്തുന്നവരുടെ ഒരു കൂട്ടായ്മയുടെ സെന്ററായിലൂടെ ഇത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവസാനമായി സഭ ഐക്യ പഠനവേദി എന്ന് പറഞ്ഞാൽ പലപ്പോഴും എക്കുമെനിക്കൽ അതുപോലെയുള്ള ബൈബിൾ പരമായിട്ടുള്ള അതുപോലുള്ള ഒരു പഠനവേദിയുടെ രംഗമായിട്ടൂടെ ഈ സെന്ററായി തീരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കൈത്താങ്ങ് ഉണ്ടാവണം എന്ന് പ്രത്യേകമായി ഞാൻ അപേക്ഷിക്കുന്നു. ഇതിനെ അല്പമായോ അധികമായോ സഹായിച്ച ഏവരോടുമുള്ള സ്നേഹം, നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. വാക്കുകളെ നിർത്തുന്നതിന് മുമ്പ് ഒരു ക്ഷണം കൂടെ ഞാൻ പറയുകയാണ്. അഭിമന്യ ദേവോദോസിന്റെ 6ാമത്തെ ഓർമ്മ പെരുന്നാള് ബിലായിൽ വെച്ച് നവംബർ 4, 5 തീയതികളിൽ നടക്കുകയാണ്. ഈ വർഷത്തെ വിശേഷാൽ അതിഥികളായിട്ട് അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് തിരുമേനിയും വന്യനായ ദൂഷ്വാചനുമാണ് ഈ വർഷത്തെ പെരുന്നാളിന്റെ പ്രധാന അതിഥികള്. നിങ്ങൾ സൗകര്യം ഉള്ളവരൊക്കെ അവിടെ വന്ന് ആ പെരുന്നാളിൽ സംബന്ധിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാവാ തിരുമനസ്സുകൊണ്ട് വന്യ ദൂഷ്വാചന് ഒരു കോപ്പി കൊടുത്തുകൊണ്ട് ഈ ദർപ്പൺ എന്നുള്ളൊരു മാസിക ഭദ്രാസനത്തിൽ നിന്ന് ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റതിനു ശേഷം തുടങ്ങിയ ഒരു മാഗസിനാണ് ദർപ്പൺ. അത് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു സ്പെഷ്യൽ വിശേഷ പതിപ്പ് ഇപ്പോൾ ഈ സെന്റർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുകയാണ്. പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ജോഷ്വാചനം നൽകിക്കൊണ്ട് റിലീസ് ചെയ്യും. ജോഷ്വാചൻ ഒരു വാക്ക് ആശംസയും പ്രാർത്ഥനയും നമ്മളോട് അറിയിക്കും. കാലം തെളിയിച്ച ദീപമേ, പരിശുദ്ധ ബാബാ തിരുമേനി, തിരുമേനി, വന്യവൈദികരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ദർപ്പൺ എന്നുള്ള ഈ പ്രത്യേക പതിപ്പ് ഏറ്റുവാങ്ങുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സമാരാധ്യനായ ദേവോദോസ് തിരുമേനിയെ അനുസ്മരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെമ്മാച്ചനായിരുന്ന കാലം മുതൽ അടുപ്പവും സൗഹൃദവും പുലർത്തുവാൻ കഴിഞ്ഞ എനിക്ക് വളരെയധികമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അദ്ദേഹത്തെ പറ്റി അനുസ്മരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രകടനപരമായിട്ടുള്ള ഒന്നായിരുന്നില്ല. നമ്മുടെ പലർക്കുമുള്ള ഒരു വലിയ ബലഹീനത, എന്തെങ്കിലും ചെയ്താൽ അത് 4 പേരെ അറിയിക്കത്തക്കവണ്ണമുള്ള അതിനുള്ള കുട്ടിഘോഷിക്കുന്ന ഒരു സമീപനം അത് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. വിനയത്തിൻ്റെയും എളിമയുടെയും ഒരു പര്യായമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇവിടെ വഴക്കടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഈ സഭ, ഈ കൂട്ടത്തിന് കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് തോന്നത്തക്കവണ്ണ വിധത്തിലേക്ക് എടുക്കുന്ന നമുക്ക് ഒരു ഭാരതീയ ദർശനം നൽകുവാൻ തക്കവണ്ണം അതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ വലിയ സംഭാവന ഈ സഭയ്ക്ക് എന്ന് ഞാൻ ആദരപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. ഈ കുണ്ടുകണത്തിൽ കിടക്കുന്ന ഒരു തവളയെ പോലെ അല്ല, ഈ ഭാരതത്തെ മുഴുവനായി കണ്ടുകൊണ്ട് അനേകം ഗ്രാമങ്ങളിലേക്കും അവികസിത മേഖലകളിലേക്കും ചെന്നെത്തി ക്രിസ്തുവിന്റെ വെളിച്ചം പകരുവാൻ തക്കവണ്ണം ഒരു വലിയ അംബാസിഡറായിട്ട്, ഒരു അപ്പോസ്തലനായിട്ട് പ്രവർത്തിച്ച ആ തിരുമേനിയെ ആദരപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ 90ാം ജന്മദിനം ഈ ദിവസം തന്നെ അത് സംഭവിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ ദർപ്പണത്തിൽ കൂടി അദ്ദേഹത്തെ ദർശിക്കുവാൻ, അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുവാൻ ഉള്ള പ്രേരണ വരട്ടെ എന്നും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് കൂദാശ ചെയ്യപ്പെട്ട് സമർപ്പിക്കപ്പെടുന്നതായ സ്ഥാപനം അതൊരു മന്ദിരമായി നിലകൊള്ളുവാനല്ല, ഒരു പ്രവർത്തന കേന്ദ്രമായി തീരുവാനാണ്. പലപ്പോഴും മന്ദിരങ്ങൾ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും, അത് അവിടെ കിടക്കും. പക്ഷെ ഇതൊരു പ്രവർത്തന കേന്ദ്രമായി തീരണം എന്നാണ് എനിക്ക് ആശംസിക്കുവാനായിട്ടുള്ളത്.
അതിനുള്ള തുടർ പ്രവർത്തനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ക്ഷേമമുടങ്ങെഴുന്നള്ളുക സാക്ഷാ ഇടയാ പണ്ഡിത നായകനെ കീപ്പാപ്പോ സഭതന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യൂഹാനോൻ പോൽ വ്രതപരനെ നിന്നെ വരിച്ചൊരു സഭധന്യ. വന്യ എം.ടി. കുര്യാക്കോസ് റമ്പാച്ചന്റെ അരുമ ശിഷ്യനും പാത്താമുട്ടം ദേശത്തിന്റെ അഭിമാനപാതനവും പ്രശസ്തമായ അമ്പലത്തോടും കുടുംബാംഗവുമായിരുന്ന മലങ്കര സഭയുടെ ഉത്തരഭാരത മിഷന്റെ അപ്പോസ്തലനായി പ്രവർത്തിച്ചിരുന്ന പുണ്യശ്ലോകനായ സ്തേഫാനോസ് മാർ ദേവദോസ് തിരുമേനിയുടെ പരിപാവന നാമം തന്റെ ജന്മനാടായ പാത്താമുട്ടത്ത് നിലനിർത്തക്കത്ത വിധം ഇന്ന് ഇവിടെ സ്തേഫാനോസ് മാർ ദേവദോസ്യോസ് മെമ്മോറിയൽ മിഷൻ സെന്റർ എന്ന സ്ഥാപനം സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബ തിരുമനസ് കൊണ്ട് ഓപ്പൺ ചെയ്ത് ഊദാശ ചെയ്ത് ദേശത്തിനും സമൂഹത്തിനും സമർപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിക്കുവാൻ വേണ്ട അനുവാദം തന്ന പരിശുദ്ധ ബാബ തിരുമേനിയോടും ഇതിനു വേണ്ടതായ നേതൃത്വം നൽകിയ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിനന്ദ ജോസഫ് മാർ ദീപസിനാശം തിരുമേനിയോടുള്ള നന്ദിയും കൃതജ്ഞതയും ആദ്യമായി ഞങ്ങൾ സമർപ്പിക്കട്ടെ. ഈ സംഘം ഇത്രയും ഭംഗിയായ രീതിയിൽ ഇവിടെ പടുത്തുയർത്തുന്നതിന് വേണ്ടി ബിലായ് മിഷൻ പ്രവർത്തകരോടൊന്നിച്ച് ഇവിടെ ഒരു പ്രാദേശിക കമ്മിറ്റിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നത് ശ്ലാഘനീയമായ ഒരു സംഗതിയാണ്. രോഗത്താൽ പലവിധ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടും അതിനെല്ലാം തന്നെ ഈ സ്ഥാപനത്തിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും വേണ്ട നേതൃത്വം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നതായി ബഹുമാനപ്പെട്ട ഏബ്രഹാം ഉമ്മൻ അച്ഛൻ ആണ്. അതുപോലെ തന്നെ ശ്രീ കെ കുര്യൻ കയ്യാലാത്ത്, കൊച്ചുവൻ കയ്യാലാത്ത് എന്നിവരുടെ സേവനവും വളരെ വലിയവരിലാണ്. എഞ്ചിനീയർ ശ്രീ ബിനുവിനെ കുറിച്ച് അഭിനന്ദ മെത്രാപ്പോലീത്ത തിരുവനന്തപുരത്ത് സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മണുബോർഡിനെ കുറിച്ച് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കരപ്പാറ ഐസക്രിയ അവരുകളും ഇതിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ചു പോരുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പാത്താമുട്ടം ശ്രീകാപ്പള്ളി വികാരിമാരെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ജെയിംസ് ഫർഗൂസ് അച്ഛൻ, അതിന്റെ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഇടവക ജനങ്ങളെ എല്ലാവരും ഇതിന് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനം നൽകി വരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ സ്ഥാപനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എങ്കിൽ തന്നെയും അഭിനന്ദ തിരുമനസ്സുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം 2014 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആരംഭിക്കത്തക്കതുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റും നടത്തണം എന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഞാൻ അധികമായിട്ട് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ സമ്മേളനം എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നു ഇതിന്റെ എല്ലാ ഉടമസ്ഥരും അധിപനുമായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടാണ്. വളരെ സന്തോഷമുണ്ട്. രാവിലെ തന്നെ ഇവിടെ എഴുന്നള്ളും വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഈ സമ്മേളനത്തിൽ നമ്മൾ സംസാരിച്ചതിന് ശേഷം ഇതിന്റെ ഓപ്പണിംഗ് നടത്തി ഉദാശ ചെയ്ത് സമർപ്പിക്കുന്നതാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സിന്റെ ഇന്ന് തന്നെ വൈകിട്ട് നമ്മുടെ കുന്നംകുളത്തൊക്കെ പോകേണ്ടതാണെങ്കിൽ തന്നെയും ഈ പരിപാടി അത്ര വളരെ ശ്രേഷ്ഠമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വരാമെന്ന് സമ്മതിക്കുകയും കൃത്യസമയത്ത് എഴുന്നള്ളി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ബാബ തിരുമേനിയെ വളരെ ആദരപൂർവ്വം വളരെ ബഹുമാനപൂർവ്വം ഈ സ്ഥലത്തേക്ക്, ഈ സെന്ററിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിനയ ദീപനാശ തിരുമേനിയെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും ഇതിന്റെ രക്ഷാധികാരിയും ഇതിന്റെ പ്രവർത്തനെല്ലാം ചുക്കാൻ പിടിക്കുന്ന കൽക്കട്ട ഭദ്രാസനത്തിന്റെ അധിപനും ബിലായ് മിഷന്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിനന്ദ തിരുമേനിയും ഞാൻ ഔപചാരികമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിലായ് മിഷനിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ഈ ചുറ്റുപാടും വന്നിരിക്കുന്ന എല്ലാ ദേവാലയങ്ങളും വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ,
മറ്റ് ഇടവക ജനങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് നമ്മളുടെ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായിട്ട് പരിശുദ്ധ ബാബാ തിരുമനസ്സിനോട് അപേക്ഷിക്കുന്നു. നമ്മുടെ സഭയിൽ അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. കോൺവെന്റുകളുണ്ട്, ദേറാകളുണ്ട്, മിഷൻ സെന്റേഴ്സ് ഉണ്ട്, ശ്രീപാദാസ സമൂഹമുണ്ട്, ഒക്കെ ഉണ്ട്. ഈ പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിച്ചവരുടെ കാലത്ത് അത് കത്തിജ്വലിക്കും. ആരംഭിച്ചു കഴിഞ്ഞ് രണ്ടാം തലമുറയിലേക്ക് വരുമ്പോൾ അത് കുറേശ്ശെ മങ്ങാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ മങ്ങി 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 ഏതാണ്ട് തിരികെ കെടാൻ പോകുന്ന പോലെ ഇരിക്കും. അത് സ്ഥാപനങ്ങൾ അങ്ങനെയാണ് ഞാൻ ഇതുവരെയൊക്കെ കണ്ടിട്ടുള്ളത്. അത് എൻ്റെ വീക്ഷണമാണ് കേട്ടോ, നിങ്ങൾ ഇതിനോടൊന്നും യോജിക്കുകയില്ലായിരിക്കാം. ഏത് പ്രസ്ഥാനവും അങ്ങനെയാണ്. അത് തുടങ്ങിയ ആളുകൾ അതിനു വേണ്ടി അത്യധ്വാനം ചെയ്യും. കാരണം അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, അവർക്കൊരു ദൗത്യമുണ്ടായിരുന്നു. പക്ഷെ പിന്നത്തെ തലമുറയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ ദേറാകളിൽ നിന്ന് നോക്കിക്കോ, പ്രസ്ഥാനങ്ങൾ നോക്കിക്കോ, മിഷൻ സെന്റേഴ്സ് നോക്കിക്കോ, ഒരു കാലത്ത് പത്രോസ് ഉസ്താദിയോസിന് വേണ്ടി പത്രോസൻ ബാങ്ക് എന്ന് പറഞ്ഞ് കത്തിജ്വലിച്ച് നിന്നിരുന്ന ശ്രീപാദാസ സമൂഹം നോക്കിക്കോ. അത് കഴിയുമ്പോൾ അതിങ്ങനെ തിരിച്ച് കെട്ട് പോകും. ഇതൊരു അപ്രിയ സത്യമാണ്. ഈ സത്യം പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കുന്നത് മനസ്സിൻ്റെ അകത്ത് നൊമ്പരവുമാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, മിഷൻ എന്ന് പറയുന്നാൽ വിഷൻ ഉണ്ടാകണം. വിഷൻ ഇല്ലാത്ത മിഷൻ ഒരിക്കലും കത്തിജ്വലിക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഉണ്ടായിരുന്ന വിഷൻ പിന്നീട് ഉള്ളവർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ അതുപോലെ ജ്വലിക്കുകയുള്ളൂ. സാധാരണ എളുപ്പമല്ലാതെ. ഇപ്പം മദർ തെരേസ ഒരു വലിയ വിഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങിയത്. ഇനി അതിൻ്റെ പിൻഗാമികൾക്ക് അതുപോലുള്ള വിഷൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ ഗംഭീരമായി കത്തിജ്വലിക്കും. അപ്പം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഉത്തരഭാരതത്തിലെ മിഷൻ തിരുവേനി തുടങ്ങി എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ബാലാരിഷ്ടതകൾ മുതൽ 3ാം ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്ത് കോടാനുകോടി പണം സമ്പാദിക്കുക, അത് പാവങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആകാശത്തോളം വിസ്തൃതമായ ഒരു ചിന്താ ചക്രവാളവും ദൗത്യബോധവും വിഷനും ദർശനവും ഉണ്ടായതുകൊണ്ടാണ് ഉത്തരഭാരത മിഷൻ തുടങ്ങിയതും ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയതും. ആ വിഷൻ നമുക്ക് നിലനിർത്താൻ കഴിയണം എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. മിഷൻ എന്നുള്ള വാക്ക് ഒരു മാഗ്നറ്റിക് വേർഡാണ്. എൻ്റെയൊക്കെ ആദ്യത്തെ പാസ്പോർട്ടിൽ മിഷണറി എന്നാണ് എഴുതി വെച്ചത്. പാസ്പോർട്ട് പ്രിന്റ് ചെയ്ത് തന്നപ്പോഴേ, അല്ല ഈ ഓഫീസർ ഇതും കൊണ്ട് ഗൾഫിൽ നീ മിഷണറിയാണോ, ഓ നിന്നെ ഇവിടെ കൊണ്ട് കരുതില്ല എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു. പിന്നെ അത് മാറ്റി ഞാൻ പിന്നെ കാർപ്പൻ്റർ അല്ല കേട്ടോ, പിന്നെ പ്രീസ്റ്റായി. ഇപ്പോൾ കടക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നല്ലോ ഇതൊക്കെ, നിങ്ങൾ തന്നെ ചിരിക്കുന്നേ. അപ്പം മിഷണറി എന്ന് പറഞ്ഞിരുന്നാൽ അലർജിയുള്ള പല രാജ്യങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തും അത് തന്നെയുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, മിഷൻ നന്നാകണമോ വിഷൻ ഉണ്ടാകണം. വിഷൻ ഇല്ലാത്ത മിഷൻ അത് ഡാർക്കനസ് പിന്നെ എൻ്റെ അടുത്ത് വരും, കാറ്ററാക്ട് ചെയ്യും. അതുകൊണ്ട് തേവോദോസ് തിരുമേനി നമ്മൾ എത്ര വലുതായി പൊക്കി പറഞ്ഞാലും, ഗീവർഗീസ് മാർ ഉസ്താദ് തിരുമേനി എത്ര പൊക്കി പറഞ്ഞാലും, പത്രോസ് മാർ ഉസ്താദ് തിരുമേനി എത്ര പൊക്കി പറഞ്ഞാലും, തേവോദോസിയോസ് തിരുമേനി എന്ന് പറയുന്ന ബദനി പ്രസ്താവനത്തിന്റെ തിരുമേനിമാരെ പൊക്കി പറഞ്ഞാലും, പത്തനാപുരം തയ്യാറായുടെ തോമാമാർ ദിവനാസിയോസ് തിരുമേനിയെ പൊക്കി പറഞ്ഞാലും, പിൻതലമുറയ്ക്ക് അതേ റേഞ്ചിലുള്ള വിഷൻ ഉണ്ടായില്ലെങ്കിൽ ഇതെല്ലാം തമസ്കരിക്കപ്പെടും. എനിക്ക് പറയാനുള്ളത് രണ്ടാം തലമുറക്കാരോടാണ്. രണ്ടാം തലമുറക്കാരെന്ന് പറയുന്നത് ആദ്യത്തെ തലമുറക്കാരൻ സ്ഥാപകൻ അനുഭവിച്ച വേദനകളൊന്നും രണ്ടാം തലമുറക്കാരൻ അനുഭവിക്കേണ്ടതില്ല. വിരിച്ച പട്ടിന്മേലും മെത്തമേലും കിടക്കുക മാത്രമേ വേണ്ടൂ. ആദ്യത്തെ ആള് തൂമ്പായി എടുത്ത് കളയ്ക്കുകയും അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് എടുത്ത് പലതവണയും അയച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ എറണാകുളം വാസത്തിൽ ബിലായി അരമനയിൽ ഒരു വലിയ തല്ല് നടന്നു. എറണാകുളത്തെ അച്ഛന്മാരേക്ക് റിസർവേഷൻ തരണം. പറയുന്നത് രാവിലെ 7 മണിക്കാണ്, 10 മണിക്കാണ് ട്രെയിൻ. അത് കേട്ടപാടി വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് ഒരാളെ അയച്ച് ഒരു ഡെറി വിരിച്ചിട്ട് അത് സീറ്റ് പിടിച്ച്
ഒരു ഹോട്ടലിന്റെ അടുക്കളക്കാരൻ്റെ അടുത്ത് ചെന്ന്, തിരുമേനിയല്ല ഞാൻ ചെന്ന്, അന്ന് ഞാൻ കാതോലിക്കൊന്നുമല്ല, ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് കൊടുത്ത് അതിന്റെ മേളിൽ തൂങ്ങിക്കിടന്നാണ് തേവോദോസ് തിരുമേനി അന്ന് പോയത്. ഐ എം ദ വിറ്റ്നസ് ആൻഡ് ഐ ആം ദി ഒരു അസോസിയേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തെല്ലാം തേവോദോസ് തിരുമേനി ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ നിലയ്ക്ക് ഇടയ്ക്കേ പോയിട്ടുള്ളൂ, അതിന് മുമ്പൊന്നും പോയിട്ടൊന്നുമില്ല. എനിക്ക് യാത്രയൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. അവിടെ ഒരു കുറിയാവോണ്ട് കൊടുത്തിട്ട് ഈ വെട്ടിയും മുറിച്ചും കളച്ചും ഒക്കെ ജീവിക്കുന്ന ആളായിരുന്നു. 3ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ the vision of the founder is beyond our imagination, and the second generation always losing that vision, then what will happen? Darkness will be the output, the next output. അതുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്, ഇതിനെ ഞാൻ പറയുന്നത് ജനറലൈസ് ചെയ്തിട്ടാണ്. ഐ എം നോട്ട് ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് എന്ന് കേൾവിക്കാർ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീക്ഷണത്തിൽ ഇതെല്ലാം എൻ്റെ വീക്ഷണമാണ്, എൻ്റെ വ്യക്തിപരമായ ഇവാലുവേഷനാണ്. തുടക്കക്കാരൻ ഭംഗിയായി അവന് വിഷനും കാണും, കഷ്ടപ്പെടും, അധ്വാനിക്കും, സ്നേഹിക്കും, സ്വയം ഇല്ലാതാകും, ത്യാഗം. 2ാം നിരക്കാരൻ വരുമ്പോഴേക്കും ഈ വക കാര്യങ്ങളൊന്നും കാണുകയില്ല. പിന്നെ സുഖവും സൗകര്യങ്ങളും ഒക്കെ വേണം. ആ വിധത്തിൽ പോകുമ്പോൾ മിഷൻ എന്ന് പറയുന്നത് വിഷൻ ഇല്ലാത്ത മിഷനായി തീരുകയും ആ മിഷൻ കാറ്ററാക്ട് ബാധിച്ച് തകരാറാകുകയും ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സമയത്ത് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഇവിടെ ഈ ഇതുപോലുള്ള ഒരു കെട്ടിടം പണിയുമ്പോൾ കുറെ എൻ്റെ അടുത്ത് വന്നതാണ് ഇതിന്റെ പ്രശ്നത്തിൽ. ഇത് എങ്ങനെ പണിയും, ആര് കാശ് കൊടുക്കും, എവിടുന്ന് കാശ് കൊടുക്കും? ഐ വാസ് ഷോക്ക്ഡ് ടു ഹിയർ ദാറ്റ്. കോടിക്കണക്കിന് മിഷന് വേണ്ടി സമ്പാദിച്ച ഒരു പിതാവിന്റെ സ്മരണ നിലനിർത്തുവാൻ ഇവിടെ ഒരു കെട്ടിടം പണിയുമ്പോൾ there was a very burning discussion regarding the source of money. എനിക്ക് മഹാ അത്ഭുതം തോന്നി. അതാണ് അങ്ങനെയല്ല, നമ്മുടെ ദൗത്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ ദൗത്യം പൂർത്തീകരിക്കാൻ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള വിശാല മനസ്ഥിതി 2ാം തലമുറക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കെട്ടിടം പണിതുകൊണ്ടൊന്നും ഇവിടെ ഉത്തരഭാരതത്തിലെ മിഷണറി പ്രവർത്തനമൊന്നും ഇവിടെ നടക്കുമെന്ന് എനിക്ക് വിചാരമില്ല. കെട്ടിടമല്ല നമ്മുടെ വിഷയം, മനുഷ്യ സാന്നിധ്യവും മനുഷ്യ സ്നേഹവുമാണ്. അതുണ്ടാകുമ്പോൾ ഇതൊക്കെ നടക്കും. അല്ലെങ്കിൽ ഈ കെട്ടിടം ഞാൻ ഇന്ന് പുതാ ചെയ്തു പോകും, ചെറുത്തലാട്ടത്തിന് പിന്നാലേക്ക് ഓടി നടക്കും. വല്ലപ്പോഴും ബിലായി എന്ന അച്ഛന്മാരാരെങ്കിലും വരും, ഇത് ഞങ്ങളുടെ മിഷനാണെന്ന് അവർ പറയും, ഞങ്ങളുടെ മിഷനാണെന്ന് പാതാമുട്ടങ്കാരും പറയും. ഇതൊക്കെ ആയിരിക്കും ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെറുതെ ഞാനൊരു ഒരു ഒരു ആവശ്യമില്ലാത്തൊരു കമന്റ് ഇവിടെ പറയുകയാണ്. പറയാതിരുന്നുകൂടാ. സഭയുടെ പല കാര്യങ്ങളും പല 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 പൾസുകൾ, അണ്ടർ കറൻസ്, ഇതൊക്കെ അറിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നൊമ്പരപ്പെട്ട് ചിലതൊക്കെ പറയാൻ തോന്നുന്നത്. സോറി, ഐ അപ്പോളജൈസ് ഫോർ ഓൾ ദീസ് വേർഡ്സ് ടു സ്പീക്ക് ഔട്ട് ഹിയർ. പ്രിയപ്പെട്ട, ഞാൻ വാക്കുകൾ അവലായിരിക്കുന്നത് അവിടെ പറഞ്ഞ് തീർക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ മനുഷ്യരെ നിർത്തി ഇപ്പൊ ഒരു മഴയും കൂടെ പെയ്താൽ ഏമായിരുന്നു. അപ്പൊ അത് അല്പം വിവേകമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങനെയൊക്കെ ചെയ്താൽ മനുഷ്യരെ അപ്രീഷിയേറ്റ് പോകട്ടെ. എനിവേ, I congratulate Bilai Mission and Divinasios Tirumeni and all the office bearers of that particular mission പ്രസ്ഥാനം. അതുപോലെ തന്നെ ഇവിടെയുള്ള ലോക്കൽ കമ്മിറ്റി, പാത്താമട്ടം പള്ളി, അതുപോലെ മാളികേക്കലറമ്പാച്ചന്റെ ഒരു പ്രോഡക്റ്റാണ് തിരുമേനി. MC കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് മാർ തേവോദോസിയസ് എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത ഉണ്ടാകുമായിരുന്നോ എന്നുള്ളത് ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ. അതുപോലെ നമ്മെക്കുറിച്ചും പറയാൻ നോക്കണം. ഇന്നാൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നാൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു ദൗത്യബോധം നമുക്ക് ഉണ്ടാകുകയാണ് വേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കുകയാണ്. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാം ശുഭാപ്തി വിശ്വാസത്തിലൂടെ നന്മയ്ക്കായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം നടത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ഭൂസ്വത്ത്, അല്ലാതെ കെട്ടിടമോ ധനമോ അല്ല. ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നേടാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമേനിയാണ് അഭിനന്ദിക്കാം. ദിവന്നാസിയോസ് തിരുമേനിക്ക്
കൈമാറുന്നതാണ്. ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് സുദീർഘമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് ഡോക്ടർ എബ്രഹാം ഉമ്മനച്ഛനാണ്. അച്ഛൻ്റെ ശരീര അസ്വസ്ഥത കൊണ്ട് ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് താക്കോല് ഇത് കൈകാര്യം ചെയ്യാനും സൂക്ഷിക്കാനും ഈ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജെയിംസ് മർക്കോസ് അച്ഛനെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കി നിശബ്ദമായ പ്രവർത്തനം കൊണ്ടും ത്യാഗപൂർണമായ ജീവിതം കൊണ്ടും 10,000 രൂപ മാത്രം മാസവരുമാനമുള്ള കൽക്കട്ട ഭദ്രാസനത്തെ 10,000 കോടി രൂപയുടെ ആസ്തിക്കുള്ള ഭദ്രാസനമാക്കി വളർത്തിയ പുണ്യശ്ലോകനായ അഭിമന്യ ദേവദാസ് തിരുമേനിയുടെ കേരളത്തിലെ ഏക പ്രൊജക്റ്റാണ് ഇത്. തിരുമനസിൻ്റെ ആകസ്മികമായി ഉണ്ടായ വേർപാട് മൂലം ഈ കെട്ടിടത്തിൻ്റെ പണി നിന്നു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഇത് ഇടപെട്ട് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ഫണ്ട് കൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് കാതോലിക്ക ബാവ തിരുമനസ്സിനോടുള്ള നന്ദി അദ്ദേഹത്തിൻ്റെ നിർപ്പാദങ്ങൾ അർപ്പിക്കുകയാണ്. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ഇപ്പോഴത്തെ മെത്രാപ്പോലീത്ത അപ്പോൾ ഇന്ന് ഡോക്ടർ ജോസഫ് കുമാർ ദേവദാസ് തിരുമനസ്സുകൊണ്ട് രണ്ടാം ഘട്ട പണിക്കുള്ള എല്ലാ ഫണ്ടുകളും എല്ലാ നേതൃത്വങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. തിരുവനന്തപുരമുള്ള നന്ദി ആദരസൂചകമായ ഉത്പാദനങ്ങൾ സമർപ്പിക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ രണ്ടാം ഘട്ട പണിക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയത് ശ്രീ ബിനു ഐസക് സാറാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ അദ്ദേഹത്തിന് ദേവദാസ് സിനിമയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ നന്നായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയെങ്കിലും ദേവദാസ് സിനിമയിലുള്ള ആദരവ് കൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്കത് വേണ്ട, ഞാൻ തിരുമേനിയെ അത്ര അധികം സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് അദ്ദേഹം നിരസിക്കുകയും എങ്കിലും അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ഫസ്റ്റ് ബാബ തിരുമനസ് കൊണ്ട് അനാർപ്പണം ചെയ്യുന്നതാണ്. ഞാൻ ഗോവയിൽ ചെന്നപ്പോൾ അവിടെ ബിന്നു ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചുള്ളൂ താഴത്തെ ഇവിടെ ഞാനിതിൻ്റെയും പിന്നെ വേറെ കാണു പോയപ്പോൾ അവിടെയും ഉണ്ട്, ബിനു ഉണ്ട്. ഇതെല്ലാം ബിനുവിൻ്റെ അക്കാഡമിക് എക്സലൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ ലക്ഷങ്ങളും ബില്ല് ചെയ്യേണ്ട വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. ചെറിയ പള്ളി കടക്കാരനാണ്, അതെ എൻ്റെ പള്ളി. അതുകൊണ്ട് ഇവിടെയും ബിനുവിൻ്റെ ഒരു കരസ്പർശം ഉണ്ടായി എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു. ബിനുവിനെ പോലെയുള്ള ശ്രേഷ്ഠ മനസ്സുകൾ സഭയിൽ അങ്ങും ഇങ്ങും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക്. ഏതായിരുന്നാലും ബിനുവിനെ ഇത് ഒരു അത്ര വലിയ കാര്യമൊന്നുമല്ല, ഒരു ഇതുപോലെ എളുപ്പമാണ്. നമുക്കൊരു 10-100 രൂപ കൊടുത്ത ഒരു സാധനം കിട്ടില്ല. അല്ല എനിക്കറിയാം, അതിനോ ബിനു അതുകൊണ്ട് ഞാൻ ബിനുവിനെ സിംബോളിക് സ്റ്റൈലിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു, സ്വീകരിക്കുന്നു. ദൈവമാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രതിഫലം നൽകേണ്ടത്. ഈ കെട്ടിടത്തിന്റെ ഓരോ കോൺട്രാക്ട് എടുത്തുകൊണ്ട് പേര് വിളിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ ഗ്രഹനാഥനായ ദേവദാസ് തിരുമനസ് കൊണ്ട് അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. മേസൺ വർക്കിന്റെ കോൺട്രാക്ട് എടുത്തത് ശ്രീ സജികുമാറാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് കാപ്പിന്റെ വർക്ക് എടുത്തത് മിസ്റ്റർ പ്രസാദാണ്. ഇലക്ട്രിക്കൽ വർക്ക് എടുത്തത് മിസ്റ്റർ ഗോപകുമാർ. പ്ലംബിംഗ് വർക്ക് എടുത്തത് മിസ്റ്റർ സണ്ണി. ടൈൽസിന്റെ വർക്ക് എടുത്തത് മിസ്റ്റർ വിജേഷ്. പെയിന്റിങ്ങിന്റെ വർക്ക് എടുത്തത് മിസ്റ്റർ ബിജു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സെന്ററിന്റെ കുദാശകർമ്മം നിർവഹിക്കുന്നതാണ്. എല്ലാവരുടെയും ആശീർവാദത്തോടെ ഈ പുതിയ കെട്ടിടം ഞാൻ വെളിവു നിറഞ്ഞോരീശോ നിൻ വെളി
പ്രസാദിപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്റെ പരിപാടി ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ ഫലമാക്കണമേ. അനേകരുടെ ആത്മീയ പ്രേക്ഷിത പ്രവർത്തനത്തിന് വിഘ്നമാക്കുകയും ചെയ്യണമേ. ദർശനായ യോസേഫിന്റെ ഭവനത്തിൽ ജീവിച്ചതിനെ ദൈവത്തിന് പരമാക്കി തീർക്കാനും ലേഖനാഥ ഞങ്ങളുടെ വിവിധ തൊഴിൽ മേഖലകളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ അനുഗ്രഹിക്കുകയും അധ്വാനിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെയുമായുള്ള ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഭയമോടൻ കർത്തൻ തന്റെ കൽപ്പനകൾ വിമോചിക്കുന്നു. അന്യബോധൻ സന്തതികൾ ഈ ഭൂവിൽ ബലമുള്ളവാഴും നേരുള്ളോരുടെ തലമുറയോ പാടുകളാൽ പൂരിതമാകും. സന്തോഷൈശ്വര്യങ്ങൾ നേടുമവൻ നീതിയിൽ വേവും. ഇരുളിൽ ദ്യോതിയുദയം ചെയ്യും നേരും നീതിയുമുള്ളോർക്കാൻ ഈനു കാരുണ്യം ചെയ്യുവാൻ വ്യവഹാരേ വിജയം നേടും. ഭാഷണമയിൽ തെല്ലും മനമൂർത്തി സുസ്ഥിരനാകും ദേവാലയം പാലിക്കുമോ. ഞങ്ങളുടെ ആയുഷ്യ ദിവസമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും മറുപടി അരുളുകയും ചെയ്തവരുമായ സമർപ്പിക്കുന്നു. ആവേലിന്റെ രാജ്യവും ആരോഗ്യം ശുശ്രൂഷയും പോലെ ഞങ്ങളുടെ ശുശ്രൂഷയും സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവിന്റെ സ്വീകരമായ പ്രാർത്ഥന വിശ്വാസം നിനക്ക് ആനന്ദകരമായി തീർന്നതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിന്നെ ആഗ്രഹിക്കുമാറാകണമേ. ലാഭാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ നീ കാത്തവരെ വലിയവനാക്കി സമാധികൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ സ്ഥാപനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിന്റെ ദാസനും മറ്റേതുപോലെ നന്മ അനുഭവിക്കുകയും ചെയ്യുവാനുടെ ആകണമേ. അനീതിയും ചൂഷണവും അന്യദൈവത്തിനെ കളങ്കമാക്കാതെ ഈ സ്ഥാപനത്തെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. ഇതിലെ വിക്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും നീതിയിൽ നിലനിർത്തണമേ. ഇതിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് ആവശ്യമായിരിക്കുന്ന ദിശാബോധവും ദർശനവും നീ ഞങ്ങൾക്ക് നൽകണമേ. പ്രവൃത്തിയിലേക്ക് പ്രവൃത്തിയിലേക്ക് ഇതിനെ നയിച്ചുകൊള്ളണമേ. നശവും പരാജയവും ദോഷവും ഉണ്ടാകാതിനെ നീ കാത്തുകൊള്ളണമേ. ഈ സ്ഥാപനത്തെ പ്രവർത്തി
ആശ്രയിക്കുന്ന മക്കളെയും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും സൂക്ഷിച്ചുകൊള്ളണമേ. അനാഥേകർക്ക് സഹായം നൽകുകയും അനാഥരാൽ സഹായിക്കപ്പെടുന്നതുമായ ഒരു വിശ്വസ്ഥാപനമായി ഇതിനെ ആക്കി തീർക്കണമേ. കർത്താവേ, ഇതിന്റെ ചുമതലക്കാരെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. വാഹിപ്പോരെ ആശ്വസിപ്പിക്കണമേ. പരസ്പരം സ്നേഹിക്കുന്നതിനും സേവന മനോഭാവമുള്ളവരായി ഇവരെ നിലനിർത്തണമേ. സന്തോഷവും സമാധാനവും സംതൃപ്തിയുടെ നിലനിർത്തണമേ. ഈ നാടിന്റെ പുരോഗതിക്കും നീതിപരമായ വളർച്ചയ്ക്കും ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടായിരിക്കണമേ. ഇതിന്റെ അഭിവൃദ്ധികളിൽ സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. അധ്വാനത്തിന്റെ മഹത്വത്തെ ആദരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയും മധ്യസ്ഥതയും ഞങ്ങൾക്കും ഈ സ്ഥാപനത്തിനും സഹായവും അഭിമുഖമാക്കി തീർക്കണമേ. ഞങ്ങൾ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. മരമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. വിളക്ക് കത്തിച്ച് പറയാൻ കീഴില്ല തന്മേൽ എത്ര വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവരും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങളെ വെളിച്ചമായിട്ട് മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ രക്ഷിക്കുന്നത് പോലെ തന്നെ അവർക്കും നിങ്ങൾ ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സരിയുള്ളവനാകുന്നത് പോലെ നിങ്ങൾ മനസ്സരിയുള്ളവരാകുകയും. വിധിക്കരുത് എന്നാൽ നിങ്ങളെ വിധിക്കയില്ല, ശിക്ഷിക്കരുത് എന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. വിടുവിൻ എന്നാൽ നിങ്ങളെ വിടുവിക്കും, കൊടുക്കുകയും എന്നാൽ നിങ്ങൾക്കും കൊടുക്കും, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും എന്ന് താൻ കൽപ്പിച്ചല്ലേ ചെയ്തു. ോ
വിശ്വാസത്തിനും അവയത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടിയുള്ള തെളിവായി തീരുവാൻ ഈ വെള്ളം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ വാഴ്ത്തപ്പെടുന്നു. പരിശ്രവായുടെ നാമത്തിൽ വന്നേക്കും വാഴ്ത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുന്നു. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ മിഷൻ കേന്ദ്രത്തിന്റെ ശുദ്ധീകരണ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും ദൈവന്മാർ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കട്ടെ.
പിതാവുതനും പരിശുദ്ധമായുള്ളവരെ കുറ്റമുള്ളതും കുറവായുള്ള പ്രാർത്ഥനകൾ ഉന്നത ദൈവികമായ സാധനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട അംഗീകരിക്കലാക്കി തീർമാനാകട്ടെ ക്ഷേമാബോധ കാതീശോ പോലീസ്